ഇന്ന് നമുക്ക് ഒരു ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാം. വളരെ പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അത് നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെക്കുക. ഇനി ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചെമ്മീനെടുത്ത് അതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മസാല ചേർത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ മുഴുവനായിട്ട് ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേശ്ശെ എടുത്തിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒരു ഭാഗം വെച്ചതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക. പ്രോൺസ് വേവാൻ അങ്ങനെ കുറേ സമയമൊന്നും വേണ്ട. ഒരു 6-7 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ പ്രോൺസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ചെമ്മീൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് അതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കിയെടുക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു സവാള ഞാൻ ചെറുതായിട്ട് കൊത്തി എരിഞ്ഞിട്ടുണ്ട്. ഇനി സവാളക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി എടുക്കാം. ചെറിയ ഉള്ളി എടുക്കുമ്പോൾ അതിനേക്കാളും കൂടുതൽ ടേസ്റ്റിൽ വരും. ഇനി വാടിയ വലിയ ഉള്ളിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. കുരുമുളകിൻ്റെ പൊടിയും ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി പച്ചമുളകും സാധാരണ മുളക് പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് അത്യാവശ്യം നല്ല എരിവുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ എരിവ് ആണെങ്കിൽ കുറച്ചും കൂടെ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തക്കാളിയാണ്. ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ മസാലകളൊന്ന് വഴറ്റിയെടുക്കുക. ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മസാലകളൊക്കെ ഒന്ന് നന്നായി വെന്തുടയാൻ വേണ്ടിയിട്ട് അത് നമുക്കൊരു 2 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ മസാലകളൊക്കെ വെന്ത് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിലോട്ട് പ്രോൺസ് ചേർത്ത് കൊടുക്കാം. അതിന് മുന്നേ ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്, മറന്നു പോയിരുന്നു. കുറച്ച് പുളിവെള്ളം, കൂടുതൽ വേണ്ട, കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് പ്രോൺസ് ചേർക്കാം. ചെമ്മീൻ ചേർത്തതിന് ശേഷം മസാലകളെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 2-3 മിനിറ്റ് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. മസാലകളൊക്കെ ഒന്ന് ചെമ്മീനിൽ പിടിച്ച് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂടി വരാൻ വേണ്ടിയിട്ടാണ്. മൂടി വെക്കുന്നതിന് മുമ്പേ ആയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഇളക്കി മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ റോസ്റ്റ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നതും കഴിക്കുന്നതൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം. എന്നാലും ഈ വീഡിയോ ഒന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും വരാം. താങ്ക്സ്.